സുഭിക്ഷമായുള്ള എങ്കിൽ അമിതമായ ആഹാരമുള്ള ഈ അവസ്ഥയിൽ ഈ പ്രാർത്ഥനയുടെ പ്രസക്തി എന്താണെന്ന് ചിലപ്പോൾ നമ്മൾ ചിന്തിച്ചു പോയേക്കാം. എന്നാൽ നാം ഓർക്കണം, ലോകത്താകമാനം 738 മില്യൺ ആളുകൾ പട്ടിണിയുടെ അവസ്ഥയിലാണ്. പട്ടിണി രാജ്യങ്ങളുടെ പട്ടികയിൽ 125 രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം 111. അതുകൊണ്ട് നമുക്കറിയാം, അനേകായിരം ആളുകൾ പട്ടിണിയിൽ കൂടെ കഴിഞ്ഞു. എന്നാൽ അതിലും ശരിക്കും പ്രയാസം ഉണ്ടാക്കുന്നു അതല്ലെങ്കിൽ ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ, ഭൂമിയിൽ എല്ലാ ജനങ്ങൾക്കും ആവശ്യമുള്ള ആഹാരം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. എന്നിട്ടും 738 മില്യൺ ആളുകൾ പട്ടിണിയിൽ കഴിയുന്നു. ഇതെന്തുകൊണ്ടാണ്? ആഹാരം ലഭ്യമാകാൻ സാധ്യതയുള്ളവര് അത് അവർക്കായിട്ട് മാത്രം സൂക്ഷിച്ചു വെക്കുന്നു, അതിനാവശ്യമുള്ളവർക്ക് നൽകാതിരിക്കുന്നു. അതുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു അവസ്ഥ ലോകത്തിലുണ്ടാകുന്നത്. ഈ സമയത്താണ് ശരിക്കും കാര്യവിചാരകത്വത്തിന്റെ ഇടപെടലുകൾ ഇവിടെ ആവശ്യമായി വരുന്നത്. നാം ഭക്ഷണം നമുക്ക് വേണ്ടി മാത്രം സൂക്ഷിച്ചു വെക്കാതെ അതിനാവശ്യമുള്ളവർക്ക് നൽകി അവരുടെ മറ്റു ആവശ്യങ്ങളും നടത്തി കൊടുക്കേണ്ടത് അതാണ് നമ്മുടെ കർത്തവ്യം, അതാണ് നമ്മുടെ കടമ, ഇതാണ് ദൈവഹിതം. അപ്പോൾ ദൈവം ഇസ്രായേൽ മക്കളോട് ആവർത്തന പുസ്തകത്തിൽ നമ്മൾ 15-ാം അധ്യായം 7, 8, 11 വാക്യങ്ങളിൽ ഇപ്രകാരം വായിക്കുന്നു: നിങ്ങളുടെ ഇടയിൽ ദരിദ്രനായ ഒരു സഹോദരൻ ഉണ്ടെങ്കിൽ അവന്റെ നേരെ നിന്റെ ഹൃദയം കഠിനമാക്കാതെയും കൈ അടയ്ക്കാതെയും നിന്റെ കൈ മനസ്സോടെ അവന് വേണ്ടി തുറന്നു കൊടുക്കണം. ജ്ഞാനിയായ ശലോമോൻ സദൃശവാക്യങ്ങൾ 11:26 ഇങ്ങനെ പറയുന്നു: ധാന്യം പൂട്ടിയിട്ടിരിക്കുന്നവനെ ജനങ്ങൾ ശപിക്കും, അത് വിൽക്കുന്നവന്റെ തലമേലോ അനുഗ്രഹം വരും. യേശു 4000 പേരെ പോഷിപ്പിച്ച ആ സംഭവം നാം ബൈബിളിൽ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ശിഷ്യന്മാർ 2-3 ദിവസം ഈ ജനം തൻ്റെ കൂടെ ഇരുന്ന് കഴിഞ്ഞിട്ട് യേശുവിൻ്റെ കൂടെ ഇരുന്നിട്ട് അവരെ പറഞ്ഞു വിടാനായിട്ട് തിടുക്കം കാണിക്കുമ്പോൾ യേശു അവരോട് പറയുന്നു, അവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ലായികൊണ്ട് അവരെ കുറിച്ച് എനിക്ക് മനസ്സലിവ് തോന്നുന്നു. അവരെ പട്ടിണിയായി വിട്ടയപ്പാൻ മനസ്സുമില്ല, അവർ വഴിയിൽ വെച്ച് തളർന്നു പോയേക്കും. ക്രിസ്തുവിലുള്ള ഈ മനോഭാവം നമ്മളിലുണ്ടോ? ആവശ്യത്തിലിരിക്കുന്നവരെ കണ്ടെത്തി അവർക്ക് നന്മ ചെയ്യുവാൻ നാം ഒരുക്കമാണ്. ഇന്ന് നമ്മൾ എത്ര പേർക്ക് നന്മ ചെയ്തു? എന്നിട്ട് ശിഷ്യന്മാരോട് ക്രിസ്തു പറയുന്നു, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. ഇന്നും നമ്മളോട് കർത്താവ് പറയുന്നത് ഇതാണ്: നിങ്ങൾ ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ മനുഷ്യർക്ക് അന്നന്നത്തേക്കുള്ള ആഹാരം മതി. അതുകൊണ്ടാണല്ലോ ഇസ്രായേൽ മക്കൾക്ക് അവരുടെ മരുഭൂമി യാത്രയിലെ ഓരോ ദിവസവും അന്നന്നത്തേക്ക് വേണ്ടുന്ന മന്ന നൽകി അവരെ പോഷിപ്പിച്ചത്. ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെ ചിന്തിക്കുമ്പോൾ അതിന് 3 തലങ്ങളുണ്ട്: ശാരീരികം, മാനസികം, ആത്മീയം. ഇവ 3 പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ 3 തലത്തിലും മതിയായ ആരോഗ്യം നേടുക എന്നുള്ളത് ആവശ്യമാണ്. എന്താണ് ആവശ്യമുള്ള ആഹാരം? ഇതെല്ലാം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി അറിയാം. ഇത് ചെറിയ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. ഒരാൾക്ക് ആവശ്യമായ ആഹാരം എങ്ങനെയാണ് നിശ്ചയിക്കുന്നത്? ആളുടെ പ്രായം, ലിംഗഭേദം, ശാരീരിക തലത്തിലുള്ള അവരുടെ നില അല്ലെങ്കിൽ ഫിസിക്കൽ ആക്ടിവിറ്റി, ഇതെല്ലാം ആശ്രയിച്ചാണ് ഒരാൾക്ക് എത്രമാത്രം ആഹാരം വേണം എന്ന് നിശ്ചയിക്കുന്നത്. നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ സമീകൃത ആഹാരമാണ് കഴിക്കേണ്ടത്. അതിൽ പല പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ നമ്മൾ കൂടുതലായി കഴിക്കുന്ന പോഷകങ്ങളാണ് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻസ്, ഫാറ്റ്സ്. കാർബോഹൈഡ്രേറ്റ് ഇതിൽ അന്നജം അല്ലെങ്കിൽ നാരുകൾ അടങ്ങിയിരിക്കുന്നു. ഇതാണ് ഊർജത്തിന്റെ ഉറവിടം. സാധാരണയായി ഇത് ധാന്യങ്ങൾ, പയർവർഗ്ഗങ്ങൾ, കിഴങ്ങുവർഗ്ഗങ്ങൾ ഇവയിൽ കണ്ടുവരുന്നു. അതുപോലെ തന്നെ സിമ്പിൾ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. ഇത് പഞ്ചസാര, തേൻ, പഴവർഗ്ഗങ്ങൾ ഇവയിലും കണ്ടുവരുന്നു. ഈ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിൽ പല പ്രക്രിയകളിലൂടെ കടന്ന് ചെറിയ ഭാഗങ്ങളാകുന്നു. എന്നിട്ട് അവ നമുക്ക് ഊർജം നൽകുന്നു. ഊർജത്തിന്റെ അളവ് പോലാണ് കാലറി. അടുത്തതായിട്ട് കാർബോഹൈഡ്രേറ്റിന് കീഴിൽ വരുന്നതാണ്
നാരുകൾ അല്ലെങ്കിൽ ഫൈബർ അടങ്ങിയ ഭക്ഷണ വസ്തുക്കൾ. പ്രധാനമായും പഴവർഗ്ഗങ്ങൾ, പച്ചക്കറികൾ, ധാന്യങ്ങൾ, പയറുവർഗ്ഗങ്ങൾ എന്നിവയാണ് ഈ നാരുകളിൽ അടങ്ങിയിരിക്കുന്നത്. ദഹനനാളത്തെ ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ഈ നാരുകളുടെ പ്രധാന ജോലി. അതുപോലെ തന്നെ നമ്മുടെ ദഹനം നടക്കുന്ന ആ ദഹനനാളത്തിന്റെ അതിന്റെ ഓരോ ചലനവും പെരിസ്റ്റാൾസിസ് എന്ന് പറയും. അതും ഈ നാരുകളാണ് അതിന്റെ പ്രക്രിയയും ചെയ്യുന്നത്. അതിനുശേഷം ഈ നാരുകളെ വസ്തുക്കളെ വലിച്ചു കളഞ്ഞിട്ട് നമ്മുടെ ശരീരത്തിൽ നിന്ന് വിസർജിക്കുന്നതിന് വേണ്ടി ഒരുക്കുന്നു. ഈ നാരുകൾ അധികം അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കാമെങ്കിൽ നമ്മൾക്ക് മലബന്ധം ഒഴിവാകുന്നു. അതുപോലെ തന്നെ കുടലുകൾ ഉള്ള ക്യാൻസറിനും ഇത് കുറവ്. അടുത്തതായി പ്രോട്ടീൻസ്. ഇതാണ് ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യം. പ്രത്യേകിച്ചും മാംസപേശികളുടെ അതുപോലെ കേടുപാടുകൾ തീർക്കാനായിട്ട് ആണ് ഈ പ്രോട്ടീൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇതിനെ ഈ പ്രോട്ടീൻ ഭക്ഷണങ്ങളെ നമ്മൾ ബോഡി ബിൽഡേഴ്സ് എന്ന് പറയുന്നു. ഇത് സാധാരണമായി പാൽ, മാംസം, മത്സ്യം, മുട്ട, പയർവർഗ്ഗങ്ങൾ എന്നിവയിൽ നമ്മൾ കണ്ടുവരുന്നു. അടുത്ത വസ്തു പോഷകം ഫാറ്റ്സ്, കൊഴുപ്പ്. ഇതും ഊർജം നൽകുന്നു. അതോടൊപ്പം വിറ്റാമിനുകളുടെ ആഗിരണത്തിന് സഹായമാകുന്നു. തലച്ചോറുകളുടെയും കോശങ്ങളുടെയും വളർച്ചയ്ക്കും ഘടനയ്ക്കും ഇവ സഹായിക്കുന്നു. ഫാറ്റി ആസിഡ്സ് അല്ലെങ്കിൽ ഫാറ്റ് 3 തരമുണ്ട്. ഒന്ന് സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ്, വെണ്ണ, നെയ്യ്, വെളിച്ചെണ്ണ. ഇതൊക്കെയാണ് ഈ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ് പാചകം ചെയ്യാൻ ഏറ്റവും നല്ലത്. പക്ഷെങ്കിൽ ഈ സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് നമ്മൾ ശരീരത്തിൽ അഴുക്ക് കൊളസ്ട്രോളിനെ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഇവയുടെ ഉപയോഗം നമ്മൾ നിയന്ത്രിക്കേണ്ടതുണ്ട്. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ് ഒലിവ് ഓയിൽ, പീനട്ട് ഓയിൽ, സോയാബീൻ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ, സൺഫ്ലവർ ഓയിൽ, ഇവയെല്ലാം. ഇതാണ് ആരോഗ്യപരമായി കൂടുതൽ നമ്മൾക്ക് നല്ലത്. ഇത് നല്ല കൊളസ്ട്രോളിനെ ശരീരത്തിൽ ഉണ്ടാക്കുന്നു. പക്ഷെങ്കിൽ നമ്മൾക്ക് ലഭിക്കുന്ന ഈ സസ്യ എണ്ണകളെല്ലാം മായം ചേർത്തതാണ്. അതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നമ്മളെ ശരീരത്തിലുണ്ടാകും. ക്യാൻസർ മുതലായ രോഗങ്ങൾക്ക് അവ വഴിതെളിക്കുന്നു. ഇനി ഒരു തരത്തിലുള്ള ഫാറ്റി ആസിഡ് കൊണ്ടുണ്ട്, omega-3 ഫാറ്റി ആസിഡ്. ഇത് നല്ല ഒരു ഫാറ്റി ആസിഡായിട്ട് കണക്കാക്കപ്പെടുന്നു. ഹൃദയ സംബന്ധമായിട്ട് ഇത് വളരെ ആരോഗ്യപരമായിട്ടുള്ളതാണ്. ഇത് സാധാരണ മത്സ്യങ്ങളിലാണ് കാണുന്നത്. നമ്മുടെ സാധാരണ കാണുന്ന മത്സ്യങ്ങളിൽ ചൂര, കോര അല്ലെങ്കിൽ അയല, അതിലൊക്കെ ഇത് ധാരാളമായിട്ട് കാണുന്നു. ഈ മത്സ്യം കഴിക്കുന്നത് കൊണ്ട് ഈ ഫാറ്റി ആസിഡ് നമ്മുടെ ശരീരത്തിൽ വരുന്നു. അത് ഹൃദയത്തിന് ഒരു പരിധി വരെ പ്രൊട്ടക്ഷൻ കൊടുക്കുകയും ചെയ്യുന്നു. ഇനി നമ്മൾ ചെറിയ അളവിൽ കഴിക്കേണ്ട ആഹാരങ്ങളാണ് വൈറ്റമിൻസ്, മിനറൽസ് എന്ന് പറഞ്ഞാൽ ധാതുക്കൾ. അത് മെയിൻലി നമ്മുടെ ശരീരത്തിന് ആവശ്യമായി വരുന്നത് കാൽഷ്യം, അതുപോലെ തന്നെ മാഗ്നീഷ്യം, ഫോസ്ഫറസ്, സിങ്ക്, പൊട്ടാസ്യം, സോഡിയം, ഇതൊക്കെയാണ്. ഇതോടൊപ്പം തന്നെ നമുക്ക് ആൻറ്റി ഓക്സിഡൻസും നമുക്ക് ആവശ്യമാണ്. വൈറ്റമിൻസ് സാധാരണയായി കണ്ടുവരുന്നത് പഴവർഗ്ഗങ്ങളിലും പച്ചക്കറികളിലുമാണ്. പക്ഷെ ഇതിനൊരു കുഴപ്പമുണ്ട്. നമ്മൾ പച്ചക്കറിയൊക്കെ അമിതമായിട്ട് പാചകം ചെയ്താൽ ഈ വൈറ്റമിൻസ് നഷ്ടപ്പെടും. അതുകൊണ്ട് ഇവ കഴിക്കുന്നത് പ്രത്യേകിച്ചും അധികം പാചകം ചെയ്യാതെ കഴിവതും പച്ചയ്ക്ക് കഴിച്ചാൽ, സാലഡ് പോലൊക്കെ കഴിച്ചാൽ ഇത് നമുക്ക് ഗുണം ചെയ്യും. എന്താണ് ആൻറ്റി ഓക്സിഡൻസ്? നമ്മുടെ ശരീരത്തിലെ പല പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ അതിൽ നിന്നും ചില ഫ്രീ റാഡിക്കൽസ് എന്നൊരു പാർട്ടിക്കിൾ ഉണ്ടാകുന്നുണ്ട്. ഈ ഫ്രീ റാഡിക്കൽസ് ശരീരത്തിലെ മറ്റു പദാർത്ഥങ്ങളുമായി ചേർന്ന് കോശങ്ങളുടെ നാശത്തിലേക്ക് വഴിതെളിക്കുന്നു. അപ്പം ഇവയെ പ്രതിരോധം ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിൽ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, എങ്കിലും അവ പലപ്പോഴും മതിയായെന്ന് വരികയില്ല. അതുകൊണ്ടാണ് നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയ ഭക്ഷണങ്ങളും നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുള്ള ആവശ്യം. ഇത് പാൽ, മുട്ട, വെണ്ണ, കരൾ, നിറമുള്ള പഴങ്ങളിൽ, ബെറികളിൽ, അതുപോലെ തക്കാളി, ക്യാരറ്റ്, മത്തങ്ങ, മധുരക്കിഴങ്ങ്, ഉരുളക്കിഴങ്ങ്, ഏത്തയ്ക്ക, തണ്ണിമത്തൻ, ഇതിലൊക്കെ കാണുന്നു. അതുപോലെ ധാന്യങ്ങൾ തവിടോട് കൂടിയതാണെങ്കിലും ഇത് കാണുന്നു. കടൽ മത്സ്യത്തിൽ ഇവ ധാരാളമുണ്ട്. പിന്നെ സാധാരണ നിത്യേന നമ്മൾ ഉപയോഗിക്കുന്ന ഉള്ളി,
വെളുത്തുള്ളി, മഞ്ഞൾ, കുരുമുളക് ഇതിലൊക്കെ ഇത് ധാരാളം കാണുന്നുണ്ട്. പിന്നെ ഗ്രീൻ ടീയും ഇതിൻ്റെ ഒരു സ്രോതസ്സാണ്. അടുത്ത ഒരു കൂട്ടം ആഹാര പദാർത്ഥം പ്രോബയോട്ടിക് ഫുഡ്സ് എന്ന് പറയും. ഇത് പേരൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് എന്താണെന്ന്. ഇത് നമ്മൾ നിത്യം കഴിക്കുന്നതാണ്. ഇത് തൈര്. തൈര് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? തൈരിൽ നമ്മുടെ ശരീരത്തിൽ കാണുന്ന നാച്ചുറലി കാണുന്ന ഗുണമുള്ള ബാക്ടീരിയകളുണ്ട്. അതുകൊണ്ട് ഇത് ദഹനനാളത്തിൻ്റെ ദഹന പ്രക്രിയ ചെയ്യുന്നതിനൊക്കെ ആയിട്ട് ഇത് വളരെ സഹായിക്കുന്നു. ഇത് ശരീരത്തിന് ഭാരം കുറയ്ക്കും. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കും എന്നൊക്കെ കണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തൈരിൻ്റെ ഉപയോഗം വളരെ നല്ലതാണ്. ഇതോടൊപ്പം തന്നെ നമുക്ക് ഡ്രൈഡ് ഫ്രൂട്ട്സ്, പിന്നെ നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടി, പിന്നെ മുന്തിരി, ഇതൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് പലതരത്തിലുള്ള ഡേറ്റ്സ്, ഇതൊക്കെ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. എന്നാൽ ഒരു കാര്യം ഓർക്കണം, ഡ്രൈ ഫ്രൂട്ട്സൊക്കെ നമ്മൾ തീരെ കുറച്ചേ കഴിക്കാവൂ. ഒരു കശുവണ്ടിയൊക്കെ ഒരു 5-6 എണ്ണയാകാമല്ലോ. ഒരു പാത്രം നിറയെ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ശരിയാവത്തില്ല. അത് കഴിഞ്ഞ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും ആവശ്യമുള്ള ഒന്നാണ് വെള്ളം. നമ്മുടെ ശരീരത്തിൻ്റെ 55% ഭാഗം വെള്ളമാണെന്ന് ഓർക്കണം. അപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ജലാംശം നിർത്താനായിട്ട് നമുക്ക് വെള്ളം ആവശ്യമാണ്. ഒരു ദിവസം 8 മുതൽ 10 ഗ്ലാസ് വരെയെങ്കിലും വെള്ളം കുടിച്ചിരിക്കണം. പ്രത്യേകിച്ചും വേനൽക്കാലത്ത് അതിൻ്റെ അളവ് കൂട്ടണം. എന്ന് വെച്ചാൽ നമ്മൾ ശരീരത്തിന് ജലാംശം നിർത്താനും അതുപോലെ തന്നെ നമ്മുടെ വൃക്കയിലൂടെ നമ്മൾക്ക് വേണ്ടാത്ത ശരീരം പുറന്തള്ളുന്ന വസ്തുക്കളെ വൃക്കയിലൂടെ പുറത്തേക്ക് തള്ളാനും അത് ഈ ജലം നമ്മളെ സഹായിക്കുന്നുണ്ട്. എന്നാൽ കിഡ്നി സംബന്ധമായ അസുഖങ്ങളുള്ളതിൽ നമ്മുടെ ജലത്തിൻ്റെ ഉപയോഗം നമ്മളെ നിയന്ത്രിക്കുന്നത്. ആഹാരം നമ്മൾ കഴിക്കുമ്പോൾ ഈ കാര്യങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. ഒന്നാമതായി, അമിതമായി ആഹാരം കഴിക്കരുത്. ഒരു ചൊല്ലുണ്ട്, ഈറ്റ് ടു ലീവ് ബട്ട് നോട്ട് ലീവ് ടു ഈറ്റ്. നമുക്ക് ആവശ്യമുള്ളത് കഴിക്കാം. നമുക്ക് നമ്മളെ ജീവൻ നിലനിർത്താനുള്ള ആവശ്യത്തിനുള്ളത് കഴിക്കുകയാണ്. രണ്ടാമതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഗുണം നാളെയാണ് നമുക്ക് ലഭിക്കുന്നത്. നമ്മളിപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ കാൽഷ്യം കഴിച്ചാൽ നമ്മൾ പ്രായമായി വരുമ്പോഴത്തേന് ഈ കാൽഷ്യം നമ്മുടെ എല്ലുകളിൽ കാണും. നമ്മൾക്ക് തേയ്മാനമോ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളോ വരികയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഹാരം, നാളത്തേക്ക് വേണ്ട ആഹാരങ്ങൾ നമ്മൾ ചെറുപ്പത്തിലേ നമ്മൾ കഴിച്ചു തുടങ്ങണം. എന്നാലേ അത് നമ്മൾക്ക് ഗുണമായി വരികയുള്ളൂ. മൂന്നാമത്, സമീകൃത ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതിൻ്റെ ശരിയായ അനുപാതത്തിൽ നമ്മൾ കഴിക്കാൻ ശ്രദ്ധിക്കണം. പ്രായത്തിനനുസരിച്ച് നമുക്ക് ആവശ്യമുള്ള ആഹാരത്തെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യം പറയാം. ഇപ്പം ചെറു കുഞ്ഞുങ്ങൾ, അല്ലെങ്കിൽ 1 വയസ്സ് വരെ പ്രായമുള്ളവർ, അവരുടെ ആദ്യത്തെ 6 മാസം അവർക്ക് മുലപ്പാൽ മാത്രം മതിയാവും. 6 മാസത്തിന് ശേഷം നമുക്ക് അവർക്ക് ചെറിയ കുറുക്ക് പോലെയുള്ളത് അല്ലെങ്കിൽ സെമി സോളിഡ് ഫുഡുകൾ കൊടുക്കാം. പഞ്ഞപ്പുല്ലോ ഏത്തക്കായോ അങ്ങനെയൊക്കെ ഉള്ള ഫുഡുകൾ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് ചോറ് അല്ലെങ്കിൽ പച്ചക്കറിയൊക്കെ വേവിച്ച് പൊടിച്ചവർക്ക് കൊടുക്കാം. ഒരു 10 മാസമൊക്കെ ആകുമ്പോഴേക്ക് അവർക്ക് മുട്ടയുടെ മഞ്ഞ കൊടുക്കാം. അതുപോലെ ഇറച്ചി വേവിച്ച് പൊടിച്ച് കൊടുക്കാം. എന്ന് വെച്ചാൽ ഈ കുഞ്ഞുങ്ങളുടെ ദഹന പ്രക്രിയ ശരിയായ, അല്ലെങ്കിൽ ഒരു അഡൽട്ടിൻ്റെ വിധത്തിലേക്ക് അത് ശരിയായി വളർന്നു വന്നിട്ടില്ല. അതുകൊണ്ട് അതിന് സമയമെടുക്കും. അതുകൊണ്ട് പദാർത്ഥങ്ങൾ നമ്മൾ പെതുക്കെ ഈ കുഞ്ഞിൽ നമ്മൾ കൊടുത്തു തുടങ്ങിയത്. 1 മുതൽ 5 വരെയുള്ള കുഞ്ഞുങ്ങളിൽ അവർക്ക് ആവശ്യത്തിനുള്ള ഊർജം ലഭിക്കേണ്ട സമയമാണ്. അതുകൊണ്ട് ധാരാളം കാർബോഹൈഡ്രേറ്റ് കൊടുക്കണം. അതുപോലെ തന്നെ പ്രോട്ടീൻസിൻ്റെ ആവശ്യമുണ്ട്. അതും ഈ പ്രായത്തിൽ അവർക്ക് ആവശ്യമാണ്. രോഗപ്രതിരോധ ശക്തി വളർത്താനായിട്ട് പ്രോട്ടീൻ നമുക്ക് ഈ പ്രായത്തിൽ ആവശ്യമാണ്. അത് കഴിഞ്ഞ് 6 മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഊർജം വളരെ ആവശ്യമാണ്. അത് ആൺകുട്ടികൾക്കാണ് പെൺകുട്ടികളെക്കാളും കൂടുതൽ ഊർജം ആവശ്യമായി വരുന്നത്. അതിനോടൊപ്പം തന്നെ പ്രോട്ടീൻ, ഫാറ്റ്, അതുപോലെ തന്നെ കാൽഷ്യം, അയൺ, വൈറ്റമിൻസ് എല്ലാം ഈ പ്രായത്തിൽ 6 തൊട്ട് 12 വരെയുള്ള വയസ്സുകൾ അത് അടങ്ങുന്ന ഭക്ഷണങ്ങൾ നമ്മൾ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ചെറുപ്പക്കാരാകുമ്പോഴത്തേക്ക് നമ്മൾക്ക് ഈ എല്ലാ ഭക്ഷണങ്ങളും കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, അതിനോടൊപ്പം കാൽഷ്യം വേണം. കാൽഷ്യം നമ്മൾ ആ സമയത്ത് പ്രത്യേകമായിട്ട് കഴിച്ചു തുടങ്ങണം. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഭാവിയിൽ നമ്മുടെ എല്ലുകളുടെ തേയ്മാനം അതിനെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കാൽഷ്യം കഴിയണം. അതുപോലെ തന്നെ അയൺ വേണം, പ്രത്യേകിച്ചും പെൺകുട്ടികളിൽ.
എന്നുവെച്ചാൽ അവരിൽ ആർത്തവം വരും, അന്നേരം രക്തസ്രാവം ഉണ്ടാകുമ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൽ വിളർച്ചയുണ്ടാകാതിരിക്കാനായിട്ട് ഈ സമയം പെൺകുട്ടികൾ അയൺ അല്ലെങ്കിൽ അയൺ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ അതുപോലെ എല്ലാ വിറ്റമിൻ ബി, വിറ്റമിൻ കെ എല്ലാം നമുക്ക് ഈ സമയത്ത് ഉപയോഗിക്കാം. പിന്നെ സിങ്ക് ഈ ചെറുപ്പക്കാരിൽ അല്ലെങ്കിൽ കൗമാരക്കാരിലാണ് ശരിക്കും, ഈ കൗമാരക്കാരിൽ ഇത് ആവശ്യമാണ്. എന്ന് വെച്ചാൽ അവരുടെ ലൈംഗിക അവയവങ്ങൾ മെച്ചുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സിങ്ക് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടതാണ്. ഇത് സാധാരണ കടൽ മത്സ്യത്തിലുണ്ട്, പല 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 പഴവർഗ്ഗങ്ങളിലുണ്ട്, പച്ചക്കറിയിൽ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതും നമ്മൾ കഴിച്ചിരിക്കേണ്ടതാണ്. ചെറുപ്പക്കാരിൽ വരുമ്പോഴാണ് നമ്മൾ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീന്, ഫാറ്റ്, പിന്നെ വൈറ്റമിൻസ്, കഠിന അധ്വാനം ചെയ്യുന്നവരോ അല്ലെങ്കിൽ ദിവസേന വ്യായാമം ചെയ്യുന്നവരോ ഊർജം കൂടുതൽ വേണം. അതുകൊണ്ട് അവർ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കഴിക്കേണ്ടതാണ്. ഈ ചെറുപ്പക്കാരിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും കൂടുതൽ ഭക്ഷണം ആവശ്യമാണ്. അവർക്ക് അയൺ, ഫോളിക് ആസിഡ്, കാൽഷ്യം ഇതിൻ്റെ ഈ ഭക്ഷണം ആവശ്യമാണ്. ഇതടങ്ങിയ ഭക്ഷണങ്ങൾ ആവശ്യമാണ്. ഇത് ചീര, ഈന്തപ്പഴം, മാതളം ഇതിൽ നിന്നൊക്കെ കിട്ടും. അതുപോലെ തന്നെ ഈ സമയത്ത് നമ്മൾ മധുര പദാർത്ഥങ്ങളുടെ കഴിക്കുന്നത് കുറയ്ക്കണം. അതുപോലെ ഫാറ്റും കുറച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ട സമയമാണ്. വയോജനങ്ങൾ അല്ലെങ്കിൽ പ്രായമായവരിൽ വരുമ്പോൾ നമുക്ക് അവരുടെ അവർക്ക് വലിയ ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലാത്തൊരു സമയമാണ്. അതുകൊണ്ട് അവർക്ക് അധികം ഊർജം ആവശ്യമില്ല. അതുകൊണ്ട് അവരധികം കാർബോഹൈഡ്രേറ്റ് കഴിക്കേണ്ട ആവശ്യമില്ല. അതേസമയം പ്രോട്ടീൻ അവർ കഴിക്കണം. എന്ന് വെച്ചാൽ അവരുടെ മറ്റ് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവർ പ്രോട്ടീൻ കഴിക്കണം. കൊഴുപ്പും ഈ സമയത്ത് കുറയ്ക്കാവുന്നതാണ്. ഈ സമയത്ത് അവർക്ക് കാൽഷ്യം കൂടുതൽ വേണം. അതുപോലെ തന്നെ വൈറ്റമിൻ ഡി ഈ സമയത്ത് നമ്മൾ കഴിക്കേണ്ടതാണ്. എന്ന് വെച്ചാൽ എല്ലുകൾ ഒരു പ്രായമായുമ്പോഴും എല്ലുകളിൽ തേയ്മാനം വരുന്നു, ബലക്ഷയം വരുന്നു. അതുകൊണ്ട് എല്ലുകളുടെ ആരോഗ്യത്തിന് വേണ്ടി ഇവ കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. ആർത്തവ വിരാമത്തിന് ശേഷം സ്ത്രീകൾ അവർക്ക് പല പ്രശ്നങ്ങളുണ്ടാകും, ആർത്തവ വിരാമ പ്രശ്നങ്ങളുണ്ടാകും. ഇവയെ തടയുന്നതിന് ഫൈറ്റോ ഈസ്ട്രജൻ എന്ന് പറഞ്ഞാൽ പ്രകൃതിദത്തമായി നമുക്ക് സ്ത്രീ ഹോർമോണായ ഈസ്ട്രജൻ ലഭിക്കുന്ന ചില ആഹാരങ്ങളുണ്ട്. അതെന്തെന്ന് വെച്ചാൽ സോയാബീന്, ചേന, കാച്ചിൽ ഇതൊക്കെ കഴിക്കാമെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ ഈ സ്ത്രൈണ ഹോർമോണുകൾ ലഭിക്കുന്നതും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറുന്നതുമാണ്. ഇനി നമ്മുടെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ അളവ് കുറയ്ക്കേണ്ട സാധനം ഏതൊക്കെയാണ്? എരിവ്, എണ്ണ, പഞ്ചസാര, ഉപ്പ് നമ്മൾ സാധാരണ കഴിക്കുന്ന പോലെ കഴിക്കാം. പക്ഷെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ സോൾട്ടഡ് ഫുഡ് അത് കഴിക്കുമ്പോഴാണ് കൂടുതൽ ഉപ്പ്, നമുക്ക് ആവശ്യത്തിലധികം ഉപ്പ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്. അതുപോലെ വർജിക്കേണ്ടവ ഏതാണ് എന്ന് വെച്ചാൽ സീറോ കാലറി അല്ലെങ്കിൽ നെഗറ്റീവ് കാലറി ഫുഡ് എന്ന് പറയും. ഇതാണ് ചിപ്സ് അല്ലെങ്കിൽ പേസ്ട്രി, പാസ്റ്റ ഇതൊക്കെ നമ്മൾ കഴിക്കുമ്പോഴത്തേന് ഇതൊന്നും നമുക്ക് എനർജി, അതുപോലെ തന്നെ ഈ കാർബണേറ്റഡ് ഡ്രിങ്ക്സ്, കോള ഇതൊന്നും നമ്മൾ കഴിച്ചുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വർജിക്കണം. അതുപോലെ തന്നെ മദ്യം, സംസ്കരിച്ച ഭക്ഷണങ്ങൾ ഇതൊക്കെ നമ്മൾ പൂർണ്ണമായിട്ട് വർജിക്കേണ്ടതാണ്. എന്നാൽ ഒരളവിൽ നമ്മൾ അതുപോലെ തന്നെ പാസ്ചറൈസ്ഡ് മിൽക്ക് എന്ന് വെച്ചാൽ ഇതിനകത്ത് ഈ നമ്മൾ ഈ പാക്കറ്റ് പാലുകൾ വാങ്ങിക്കുന്നത് അതിനെ സംസ്കരിക്കുന്നതിന് ഒത്തിരി സാധനങ്ങൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. യൂറിയ, പലതരത്തിലുള്ള ഡിറ്റർജൻറ്റുകൾ ഇതൊക്കെ പഴകിപ്പോകാതെ അല്ലെങ്കിൽ കേടായി പോകാതിരിക്കാൻ ഇതെല്ലാം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. അതുപോലെ തവിട് കളഞ്ഞ അരി ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ മൈദ. ഇപ്പോഴത്തെ കാലത്തെ നമ്മുടെ കേരളത്തിലെ സംസ്കാരം തന്നെ മാറിപ്പോയെന്ന് പറയും. ഇപ്പോൾ എല്ലാവരും പൊറോട്ട കഴിക്കുന്നവരാണ്. പണ്ട് നമ്മൾ കപ്പയും മീനും ഒക്കെ കഴിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഇന്നെല്ലാവരും പൊറോട്ട മൈദ കൊണ്ടുണ്ടാക്കിയ പൊറോട്ട കഴിക്കുന്നത് നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ. അപ്പോൾ നമ്മൾ കുറയ്ക്കേണ്ടതായിട്ടുള്ള ആഹാരങ്ങളുണ്ട്. അതൊന്നും കൂടി ഞാൻ പറയാം. എരിവ്, എണ്ണ, പഞ്ചസാര, കെഫീൻ അങ്ങനെയുള്ള അതൊക്കെ അടങ്ങിയ പദാർത്ഥങ്ങൾ, അതുപോലെ റെഡ് മീറ്റ്. അതേസമയം വർജിക്കേണ്ടവയാണ് സീറോ കാലറിയുള്ള ഫുഡുകൾ, പാസ്ചറൈസ് മിൽക്ക്, തവിട് മാറ്റിയ അരി, മൈദ, അതുപോലെ മദ്യം. ഇനി നമുക്ക് ഒരു ഉച്ചയൂണിന് എൻ്റെ പ്ലേറ്റ് എന്താണ് നമ്മൾ എൻ്റെ പ്ലേറ്റിൽ നമ്മളൊരു ഉച്ചയൂണിനായിട്ട് ആഹാരം അല്ലെങ്കിൽ നമ്മൾ ഒരുക്കി വെക്കുകയാണ്. അപ്പോൾ ഓർക്കുക, നമ്മുടെ പ്ലേറ്റിൻ്റെ പകുതി ഭാഗം ഫലങ്ങളും
അതുപോലെ തന്നെ വെജിറ്റബിൾ പകുതി വേവിച്ച വെജിറ്റബിളും ആയിരിക്കണം. 1/4 ഭാഗം മാത്രം മതി ചോറ്. അത് കഴിഞ്ഞ് അടുത്ത 1/4 ഭാഗം നമ്മൾ പ്രോട്ടീൻ എന്ന് വെച്ചാൽ എന്തെങ്കിലും പയറുവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ മാംസാദികളുടെ ഏതെങ്കിലും ഒരു. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് തൈരും കൂടെ ഉണ്ടെങ്കിൽ നമ്മുടെ ഉച്ചയൂണിന് നമുക്ക് ഒരു സമീകൃത ആഹാരം ലഭ്യമായി. നമ്മൾ മലയാളികൾ സാധാരണ ധാരാളം അല്ലെങ്കിൽ ചോറ് കഴിക്കുന്നവരാണ്. ഇത്രയും ചോറിൻ്റെ ആവശ്യം നമുക്കില്ല. അതുകൊണ്ടാണ് നമുക്ക് പല രോഗങ്ങളും അങ്ങനെ ഒരു ജീവിതശൈലി നമുക്ക് ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഈ പ്രമേഹവും മറ്റേ ഹൃദയ സംബന്ധമായ അസുഖങ്ങളും ഒക്കെ വരുന്നത്. അതുകൊണ്ട് ചോറ് കുറച്ച് കഴിച്ചിട്ട് മറ്റ് പദാർത്ഥങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതൽ ചേർക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ഭക്ഷണം കഴിക്കുമ്പോൾ പാലിക്കേണ്ട ചില കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ സമയനിഷ്ഠ വെച്ചിരിക്കണം. കൃത്യസമയത്ത് എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം. പ്രഭാത ഭക്ഷണം ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ല. ഒരു ചൊല്ലുണ്ട്, രാവിലത്തെ ഭക്ഷണം രാജാവിനെ പോലെയും ഉച്ചയ്ക്കത്തെ ഭക്ഷണം രാജ്ഞിയെ പോലെയും രാത്രിയിലത്തെ ഭക്ഷണം യാചകനെ പോലെയും ആയിരിക്കണമെന്ന്. ഇന്ന് നമ്മൾ കാണുന്ന ഇന്നത്തെ ചെറുപ്പക്കാർ, അതും കുട്ടികളും ഒക്കെ ഈ പ്രഭാത ഭക്ഷണം ഒഴിവാക്കി അല്ലെങ്കിൽ അത് കഴിക്കാതെയാണ് അവരുടെ ജോലികളിലേക്കോ അല്ലെങ്കിൽ സ്കൂളുകളിലേക്കോ ഒക്കെ. അത് നല്ലൊരു പ്രവണതയല്ല. എന്നുവെച്ചാൽ നമ്മൾ രാത്രി കിടക്കുന്നതിന് മുമ്പേ ആഹാരം കഴിച്ചു, രാത്രി മുഴുവൻ നമ്മൾ ആഹാരം കഴിക്കാതിരിക്കുകയാണ്. കാലത്ത് എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ഊർജം ആവശ്യമാണ്. അതിനുവേണ്ടി പ്രഭാത ഭക്ഷണം നിശ്ചയമായും കഴിച്ചിരിക്കണം. കുട്ടികളും പ്രത്യേക സാഹചര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രോഗത്തിൽ നിന്നൊക്കെ വിടുതൽ നേടുന്ന സമയത്തോ അല്ലോ പ്രായമുള്ളവർ എന്തെങ്കിലും അവർക്ക് നമുക്ക് 2 മണിക്കൂർ ഇടവിട്ട് ആഹാരം കൊടുക്കാം. എന്നാൽ മുതിർന്നവരൊക്കെ ഒരു 4-5 മണിക്കൂർ ഇടവിട്ട് ആഹാരം കഴിക്കാൻ പാടും. നമുക്ക് ആരോഗ്യം, നമ്മളെല്ലാം ഇത് ശ്രീന സഖ്യത്തിൻ്റെ ഒരു പരിപാടിയാണല്ലോ. ആരോഗ്യം നമ്മുടെ അടുക്കളയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിനാദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഓരോ ആഴ്ചത്തേക്കും വേണ്ട ഒരു മെനു റെഡിയാക്കണം. അപ്പം നമുക്കറിയാം, അപ്പോൾ അതിനകത്ത് പല ഗുണങ്ങളുണ്ട്. ഒരാഴ്ചത്തേക്ക് നമ്മൾ ഭക്ഷണത്തിൻ്റെ ഒരു മെനു തയ്യാറാക്കിയാൽ ചിലപ്പം ആവർത്തനം വരത്തില്ല. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ 2 ദിവസം കഴിയുമ്പോൾ പിന്നെയും ആ സെയിം അല്ലെങ്കിൽ നേരത്തെ ഉണ്ടാക്കിയ വിഭവം തന്നെ ഉണ്ടാക്കുമായിരിക്കും. അപ്പം ആവർത്തനം ഇല്ലാതാകാതെ നമുക്ക് നോക്കാം. നമുക്കൊന്ന് നോക്കാം, നമ്മൾ എടുത്തിരിക്കുന്ന സമീകൃത ആഹാര പദാർത്ഥങ്ങളാണോ നമ്മൾ പാചകം ചെയ്യാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾക്ക് സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഒരാഴ്ചത്തേക്ക് വേണ്ടുന്ന നമ്മുടെ മെനു പ്രകാരം നമ്മൾക്ക് സാധനങ്ങൾ വാങ്ങിച്ച് സൂക്ഷിക്കാം. അതുപോലെ തന്നെ നമുക്ക് സീസണൽ ഫുഡുകൾ അല്ലെങ്കിൽ ഫലങ്ങളുണ്ട്, അതുപോലെ പിന്നെ പച്ചക്കറികളുണ്ട്. ഇവയൊക്കെ ആ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സീസണലായിട്ട് കിട്ടുന്നവയെ നമ്മൾ കൂടുതൽ ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഇപ്പോൾ ചക്കയുള്ള സമയത്ത് ചക്കയോ ചക്കക്കുരുവോ അങ്ങനെയുള്ളത് ചേർക്കണം. അപ്പോൾ ഓരോ സീസണിലും ഓരോ ഫലങ്ങളോ അല്ലെങ്കിൽ പച്ചക്കറികൾ നമ്മൾക്ക് കിട്ടുമോ അതിൻ്റെ ഉപയോഗം കൂടുതലായിട്ട് നമുക്ക് എടുക്കാം. അപ്പം അങ്ങനെയാകുമ്പോൾ നമ്മൾക്ക് പച്ചക്കറി വാങ്ങി പൈസ നമ്മൾക്ക് ചിലവാക്കേണ്ടിയും വരികയില്ല. അടുത്തതായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്നത്, നമ്മുടെ ആഹാര സാധനങ്ങൾ നമ്മൾ നോക്കണം. ഇത് നല്ലതാണോ, മായം ചേർന്നതാണോ, പഴകിയതാണോ, ഡേറ്റ് കഴിഞ്ഞതാണോ, ഇതെല്ലാം നമ്മൾ ആഹാരം പാചകം ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എടുക്കുന്ന ആഹാര സാധനങ്ങൾ എങ്ങനെയുള്ളതാണ് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. മൂന്നാമത്, ആഹാരം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന പാത്രങ്ങൾ, അതും വളരെ പ്രാധാന്യം അർഹിക്കുന്നു. അലുമിനിയം ഹിൻഡാലിയം ഒക്കെ ചേർത്ത ഇതൊക്കെ ഈ ആഹാരം പാചകം ചെയ്യുന്നതിലൂടെയാണ് പലതരത്തിലുള്ള ക്യാൻസറുകൾ ഉണ്ടാകുന്നതെന്ന് നമ്മുടെ പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. മൺപാത്രങ്ങളാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഇപ്പം അതിൻ്റെ ഉപയോഗം അധികമില്ലല്ലോ. അപ്പം ടെഫ്ലോൺ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ കോട്ടിങ് പോയിട്ടുണ്ടെങ്കിൽ അത് ഒരിക്കലും നമ്മൾ ഉപയോഗിക്കരുത്. അത് ക്യാൻസർ ഉണ്ടാക്കാൻ കാരണമാകുന്ന ഒരു വസ്തുതയാണെന്ന് ഓർക്കണം. പിന്നെ എണ്ണ നമ്മൾ ചൂടാക്കിയ എണ്ണ വീണ്ടും വീണ്ടും ഒരിക്കലും ഉപയോഗിക്കരുത്. അതും ആരോഗ്യത്തിന് ഹാനികരമാണ്. പിന്നെ പാചകം ചെയ്യുന്ന വിധം, നമ്മൾ അമിതമായിട്ട് പാചകം ചെയ്ത് ആ ആഹാരത്തിൻ്റെ ഗുണനിലവാരം കളയരുത്. പിന്നെ നമ്മൾ ഒരാഴ്ചത്തേക്ക് ആഹാരം ഉണ്ടാക്കിയങ്ങ് ഫ്രിഡ്ജിലോട്ട് വെക്കരുത്. ഏറ്റവും നല്ലത് അന്നന്നത്തേക്കുള്ള ആഹാരം പാചകം ചെയ്ത് കഴിക്കുന്നതാണ്. ആരോഗ്യപരമായി നോക്കിയാണ് അതാണ് ഏറ്റവും നല്ലത്. എന്നാൽ ഇന്നത്തെ നമ്മുടെ പല കാര്യങ്ങൾ കൊണ്ടും നമുക്ക് ജോലിക്ക് പോകേണ്ടതുകൊണ്ടൊക്കെ നമ്മൾ ആഹാരം പാചകം ചെയ്തങ്ങ് ഫ്രിഡ്ജിൽ വെക്കും. എന്നാൽ ഓർക്കുക, അങ്ങനെ നമ്മൾ ഒരാഴ്ചയോ 2 ആഴ്ചയൊക്കെ വെക്കുന്നത് ഒരിക്കലും നന്നല്ല. കഴിവതും നമ്മളെ ആഹാരങ്ങൾ ആ ദിവസത്തേക്ക് അല്ലെങ്കിൽ 1-2 ദിവസത്തേക്ക് കൂടുതൽ
ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ചിട്ട് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ വേറൊരു കാര്യം എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ഹോട്ടലിൽ പോയി ആഹാരം കഴിക്കുന്നതിനെ നമ്മളധികം പ്രോത്സാഹിപ്പിക്കരുത്. എന്ന് വെച്ചാൽ ഈ ഹോട്ടലുകാരൊക്കെ ഈ പച്ചക്കറിക്കടയിൽ നിന്ന് പഴകിയ സാധനങ്ങളും അല്ലെങ്കിൽ അവിടുത്തെ അങ്ങനെ പഴകിയ പച്ചക്കറികളും ഒക്കെ എടുത്തുകൊണ്ട് വന്നാണ് നമുക്ക് പാചകം ചെയ്ത് രുചികരമായ ഭക്ഷണം തരുന്നത്. അതിനകത്ത് വേറെ ഏതൊക്കെയോ സാധനങ്ങളെ ചേർത്തിട്ട് അവയെ രുചികരമാക്കി നമ്മൾക്ക് തരുന്നു. അപ്പോൾ നമ്മൾ എന്തിനാണ് വില കൊടുത്ത് നമ്മൾ രോഗമാകുന്നത്? നമുക്ക് നമ്മുടെ തന്നെ വീട്ടിൽ നമ്മൾക്ക് ലഭ്യമാകുന്ന സാധനങ്ങൾ കൊണ്ട് രുചികരമായ ഭക്ഷണം അമ്മമാരായ നമ്മൾ സ്വല്പം സ്നേഹം കൂടെ ചേർത്ത് കൊടുത്താൽ എത്ര നന്നായിരിക്കും. അതുകൊണ്ട് കഴിവതും നമ്മൾ വീട്ടിൽ തന്നെ ഭക്ഷണം പാചകം ചെയ്ത്, ഇന്നത്തെ തലമുറ പ്രത്യേകിച്ചും അവർ ജോലിയും ഒക്കെ ആയതുകൊണ്ട് പല പല ഇതിലായതുകൊണ്ട് എല്ലാവരും ഭക്ഷണം ഓർഡർ ചെയ്ത് കഴിക്കുന്ന ഒരു 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 സംസ്കാരത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ വീട്ടിലുണ്ടാക്കുന്ന ആഹാരമാണ് ഏറ്റവും നമുക്ക് ശരീരത്തിന് ഗുണം ചെയ്യുന്നത് എന്നുള്ള ഓർമ്മ വേണം. പിന്നെ നമ്മൾ ആഹാരം കഴിക്കുന്നതിന് മുന്നേ എപ്പോഴും അതിന് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് വേണം നമ്മൾ ആഹാരം കഴിക്കണം. അടുത്തതായിട്ട് നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ നല്ല സന്തോഷത്തോടെ അതിനെ ആസ്വദിച്ച് കഴിക്കണം. അതുകൊണ്ടാണ് ശലോമോൻ പറഞ്ഞത്, ഏത് മനുഷ്യനും തിന്നു കുടിച്ച് തൻ്റെ സകല പ്രയത്നം കൊണ്ട് സുഖം അനുഭവിക്കുന്നതും ദൈവത്തിൻ്റെ ദാനമത്രേ. നമ്മൾ ദൈവഹിതത്തിനനുസരിച്ച് നമ്മുടെ ഭക്ഷണത്തെ നമുക്ക് ആസ്വദിക്കാവുന്നതാണ്. ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിച്ചോട്ടെ, ഒരിക്കലും ഭക്ഷണം പാഴാക്കരുത്. നമ്മൾ ഒരു നേരം എറിഞ്ഞു കളയുന്നത് മറ്റൊരാൾക്ക് 2 3 നേരത്തേക്ക് മതിയാകുന്ന ഭക്ഷണമാകാം. ഭക്ഷണം കളയുന്നത് ദൈവത്തെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് ഭക്ഷണം കളയാതിരിക്കാൻ കുട്ടികളെ ചെറുപ്പത്തിൽ അവരെ അത് പഠിപ്പിക്കണം. അത് നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഭക്ഷണം പോലെ തന്നെ ആരോഗ്യത്തിന് ആവശ്യമുള്ള ഒന്നാണ് സൂര്യപ്രകാശം. എല്ലുകളുടെ ആരോഗ്യത്തിന് കാൽഷ്യവും വൈറ്റമിൻ ഡിയും വളരെ ആവശ്യമാണ്. അപ്പം ഇന്നത്തെ കാലത്ത് അധികം പേരും കെട്ടിടത്തിനുള്ളിൽ തന്നെ കഴിയുന്നു. പഴയ കാലത്താണെങ്കിൽ ആളുകൾ പുറത്ത് പോയി പണി ചെയ്യുകയും ഒക്കെ ചെയ്തിരുന്നു. അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിലും വീടിൻ്റെ പുറത്തൊക്കെ പലതരത്തിലുള്ള ജോലിയിൽ ഏർപ്പെട്ടിരുന്നു. ഇന്ന് എല്ലാവരും കുട്ടികളും വീടിന് പുറത്ത് പോയി കളിക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ ഇല്ല. അപ്പോൾ അതുകൊണ്ട് എന്നാണ് പറ്റുന്നത്, നമ്മുടെ എല്ലാം വൈറ്റമിൻ ഡി കുറവാണ്. അപ്പോൾ ഇത് സൂര്യപ്രകാശത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകും. ഇതിനു വേണ്ടി നമ്മൾ കാലത്തും വൈകിട്ടും ഒരു അരമണിക്കൂറോളം ഇളം വെയിലിൽ നിന്നാൽ ഈ സൂര്യപ്രകാശം നമ്മളെ ചർമ്മത്തിൽ അടിച്ചിട്ട് വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്നു. ഇത് നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്യുന്നതിന് നമ്മളെ സഹായിക്കുന്നു. അങ്ങനെ നമ്മൾക്ക് നമ്മുടെ എല്ലുകളുടെ വളർച്ചയ്ക്കും ബലത്തിനും ഉതകുന്നതായിട്ടുള്ള ഒരു അവസ്ഥ നമുക്ക് വരുന്നുണ്ട്. ആരോഗ്യത്തിന് വേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളോടൊന്ന് ഓർപ്പിച്ചുകൊള്ളട്ടെ. ഒന്നാമതായി വേണ്ടത് വ്യായാമം. നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, നമ്മൾ വ്യായാമം കൂടെ ചെയ്യണം. ആ ആഹാരത്തിനെ അല്ലെങ്കിൽ അമിതമായ കൊഴുപ്പോ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞിട്ടുണ്ടെങ്കിൽ അവയെ നമ്മൾ ഊർജമാക്കി മാറ്റേണ്ട ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആഹാരം വ്യായാമം നമുക്ക് ആവശ്യമാണ്. എല്ലാവരും ജിമ്മിൽ പോയൊന്നും വ്യായാമം ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. നമുക്ക് വീട്ടിൽ തന്നെ വ്യായാമം ചെയ്യാം. അപ്പോൾ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്, സ്ത്രീകൾ ഈ വ്യായാമം ചെയ്യുന്നതിനായിട്ട് പലപ്പോഴും സമയം കണ്ടെത്താറില്ല. പക്ഷെ അത് ശരിയല്ല. നമ്മുടെ ആരോഗ്യം നിലനിർത്താൻ ജോലിത്തിരക്കിനിടയിലാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. വ്യായാമം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ ദിവസവും മാറ്റിവെക്കണം. അത് വ്യായാമത്തിൽ ചെയ്യാത്തവർ അത് ഇന്നൊരു തീരുമാനമായിട്ട് എടുക്കട്ടെ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നമ്മൾ വ്യായാമം ചെയ്യണം. അതുപോലെ തന്നെ പ്രായമായവർ അവരാൽ കഴിയുന്ന വ്യായാമം ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്ന് വെച്ചാൽ വലിയ വ്യായാമങ്ങളൊന്നുമല്ല, എന്നാലും നമ്മൾക്ക് നടക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിച്ചാൽ പ്രായമായുള്ളവരത് ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ പേശികളുടെ വലിവും പേശികൾക്ക് വലിവും സന്ധികൾക്ക് പിടുത്തവും ഒക്കെ നമുക്ക് തോന്നും. അത് പിന്നെ നമ്മളങ്ങ് ഇരിപ്പിലായിത്തീരും. അപ്പം അതുകൊണ്ട് പ്രായമായവർ ചെറിയ വ്യായാമത്തിൽ ഏർപ്പെടാനും അത് ശ്രദ്ധിക്കണമേ എന്ന് ഓർപ്പിക്കും. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഉറക്കമാണ്. ശാരീരികവും മാനസികവും വൈകാരികവുമായ ക്ഷേമത്തിന് അത്യന്താപേക്ഷിതമാണ് ഉറക്കം.
പുനർജീവനത്തിനും വിശ്രമത്തിനും ഉറക്കം സഹായിക്കുന്നു. ഉണർവോടും ഉന്മേഷത്തോടും പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കാനായിട്ട് നമുക്ക് നല്ല ഒരു ഉറക്കം ആവശ്യമാണ്. ഉറക്കത്തിൽ അണുബാധകളെ ചെറുക്കാൻ സഹായിക്കുന്ന തന്മാത്രകൾ ശരീരം പുറത്തു വിടുന്നു. അതുകൊണ്ട് പ്രതിരോധ ശക്തി കൂടുകയും ചെയ്യുന്നു. ഒരു പ്രായപൂർത്തിയായ ഒരാൾ 7 തൊട്ട് 8 മണിക്കൂർ വരെ ദിവസേന ഉറങ്ങേണ്ടത് ആവശ്യമാണ്. കുട്ടികൾക്കാണ് ഇത് 10 മുതൽ 12 മണിക്കൂർ വരെയാണ്. ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഒരു കാര്യം, ചെറുപ്പക്കാരിൽ ഉറക്കം കുറയുന്നു. ചെറുപ്പക്കാർ ഒന്നുകിൽ ജോലി സംബന്ധമായിട്ടുള്ളോ അല്ലെങ്കിൽ മൊബൈലിൽ ഇരുന്നുകൊണ്ടോ രാത്രി 2ഉം 3ഉം മണിയൊക്കെ ആകുമ്പോഴാണ് ഉറങ്ങുന്നത്. പിറ്റേ ദിവസം നേരം വെളുത്തെഴുന്നേറ്റ് ഒരു ജോലിയിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇത് നല്ല ഒരു കാര്യമല്ല. എന്ന് വെച്ചാൽ നമ്മൾ പഠനങ്ങൾ കാണിച്ചിട്ടുണ്ട്, ചെറുപ്പക്കാരിൽ തൽക്ഷണ മരണം ഉണ്ടാകുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് പഠനങ്ങൾ പറയുന്നത് ഉറക്കക്കുറവ് കൊണ്ടാണ്. അതുകൊണ്ട് ചെറുപ്പക്കാർ 7-8 മണിക്കൂർ ഉറങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇന്നത്തെ കുട്ടികളും ഉറക്കത്തിൻ്റെ കാര്യത്തിൽ വളരെ പുറകോട്ടാണെന്ന് തന്നെ പറയാം. സാധാരണ പണ്ടൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഒരു 8, 9 ആകുമ്പോഴത്തേക്ക് ഉറങ്ങുമായിരുന്നു. എന്നാൽ ഇന്ന് 10 മണി 11 മണിയായാലും കുഞ്ഞുങ്ങൾ ഉറങ്ങി. അവരെ ഉറക്കിയിട്ട് നമുക്കൊന്നും ഉറങ്ങാനും പറ്റുകയില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞുങ്ങളെയും ഒരു സമയത്ത് എന്നാൽ അവർ സ്കൂളിൽ പോകേണ്ടതാണ്, അവർക്കും ശരിയായ ഉറക്കം കിട്ടേണ്ടതാണ്. അതുകൊണ്ട് ഒരു 8, 9 ആകുമ്പോഴത്തേക്ക് അവരെ നിർബന്ധിച്ച് അവരെ കിടത്താനായിട്ട് നാം ശ്രദ്ധിക്കണം. പിന്നെ അടുത്ത ഒരു കൂട്ടരെ ഉറക്കം ശരിയായി കിട്ടാത്തവരെ എന്തെങ്കിലും മാനസിക പ്രശ്നമുള്ളവരായിരിക്കും, അല്ലെങ്കിൽ പ്രായമായവരിലും ഉറക്കക്കുറവ് ചിലപ്പം കാണാം. ചില രോഗാവസ്ഥകൾ, കരളിനുള്ള രോഗം ഉള്ളവർക്കൊക്കെയും ചിലപ്പോൾ ഉറക്കത്തിനുള്ള പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ശരിയായ ഉറക്കം ലഭിക്കാൻ നാം എന്തൊക്കെ ചെയ്യണം? ഒന്നാമത്, എല്ലാ ദിവസവും ഒരേ സമയത്ത് ഉറങ്ങുകയും ഉണരുകയും ചെയ്യണം. പണ്ട് പറയാറുണ്ട്, പക്ഷികളെ പോലെ ആയിരിക്കണം. നേരത്തെ ഉറങ്ങണം, നേരത്തെ എഴുന്നേൽക്കണം. അതാണ് നല്ലത്. പിന്നെ ഉറങ്ങുന്ന മുറിയിൽ ശാന്തമായ ഒരു അന്തരീക്ഷം നിറയ്ക്കണം. എന്നാലേ നമുക്ക് വലിയ ലൈറ്റും ഒന്നും ഇടാതെ ലൈറ്റുകളുടെ വെളിച്ചമൊക്കെ കുറച്ച് ശാന്തമായ ഒരു അന്തരീക്ഷം ഉണ്ടെങ്കിലേ നമുക്ക് എളുപ്പത്തിൽ ഉറക്കം വരും. ആഹാരം കഴിച്ചതിന് ശേഷം 2 2.5 മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷമേ ഉറങ്ങാവൂ. അല്ലെങ്കിൽ നമ്മൾ ആഹാരം കഴിച്ച് ഉടനെ പോയി കിടന്നുറങ്ങിയാൽ നമ്മുടെ ദഹന പ്രക്രിയ നടക്കത്തില്ല. അതുകൊണ്ട് നമ്മൾക്ക് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ വരും. ആഹാരം പുളിച്ചു കിട്ടുക, അല്ലെങ്കിൽ ദഹനം കുറയുക, ഇതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അതുകൊണ്ട് ആഹാരം കഴിച്ചതിന് ശേഷം എപ്പോഴും 2 മണിക്കൂറുകൾ കഴിഞ്ഞിട്ടേ ഉറങ്ങാൻ പോകും. അതുപോലെ തന്നെ അമിത ഭക്ഷണം രാത്രിയിൽ കഴിക്കരുത്. അരവയറായി കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ നല്ലത്. ഇതെല്ലാം ദഹന പ്രശ്നങ്ങളെ ഒരു പരിധി വരെ പരിഹരിക്കും. പിന്നെ ചോക്ലേറ്റ്, കഫീൻ അടങ്ങിയ അങ്ങനെയുള്ള ആഹാര പദാർത്ഥങ്ങളും ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പേ കഴിക്കാൻ പാടില്ല. പകലുറക്കം കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. പിന്നെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഈ ബ്ലൂ സ്പെക്ട്രം ലൈറ്റ് എന്ന് പറഞ്ഞാൽ മൊബൈലിലും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലും ഒക്കെയുള്ള ഈ ലൈറ്റുകൾ നമ്മുടെ ഉറക്കത്തെ ബാധിക്കുന്നു. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഇലക്ട്രോണിക് കാര്യങ്ങൾ നമ്മൾ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പ് ഉപയോഗിക്കരുത്. ഏകദേശം 1 മണിക്കൂർ മുമ്പെങ്കിലും ഇവയുടെ പ്രവർത്തനം നമ്മൾ നിർത്തിയിരിക്കണം. എന്നിട്ട് നമ്മൾ ഉറങ്ങാൻ പോകണം. ഇനി അടുത്തതായിട്ട് നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമുള്ളതാണ് ഭക്ഷണത്തിനൊപ്പം തന്നെ ഉപവാസം. ആരോഗ്യം നിലനിർത്തുന്ന ആവശ്യമായ ഒരു ഘടകമാണിത്. കൊഴുപ്പ് മാറ്റുന്നു, ദഹനനാളത്തിന് വിശ്രമം നൽകുന്നു. അതുകൊണ്ട് നമ്മൾക്ക് ഉപവാസം എടുക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ അസുഖമൊക്കെ ഉള്ളവർ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ ഉപവാസം എടുക്കാവൂ. പലതരത്തിലുള്ള ഉപവാസമുണ്ട്. ചിലർക്ക് ദ്രാവകം മാത്രം കഴിച്ച് ഖരപദാർത്ഥം ഉപേക്ഷിച്ചുള്ള ഉപവാസം ചെയ്യാം. അല്ലെങ്കിൽ ചിലർ 12 മണിക്കൂർ നേരത്തേക്ക് ഖരപദാർത്ഥവും ദ്രാവകമോ ഒന്നും കഴിക്കുകയില്ല. ചിലർ 16 മണിക്കൂർ നേരത്തേക്ക് ഒരാഹാരവും കഴിക്കത്തില്ല. അതിനുശേഷം അവർ എല്ലാ ആഹാരങ്ങളും നന്നായി അങ്ങ് കഴിക്കും. അടുത്ത 8 മണിക്കൂറുകൾ അങ്ങനെ കഴിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എന്നാണ് ഇത് പറയുന്നത്. ഇത് പ്രമേഹ രോഗികൾക്ക് നല്ലതാണെന്നാണ് പഠനം തെളിയിച്ചിരിക്കുന്നത്. പിന്നെ ഉപവാസം ചെയ്യുന്നത് കൊണ്ട് വേറൊരു ഗുണം കൂടെ ഉണ്ട്. നമ്മുടെ മനസ്സിനും അതൊരു
ഒരു ശിക്ഷണം അല്ലെങ്കിൽ ഒരു ഡിസിപ്ലിൻ കൊടുക്കുന്ന ഒരു കാര്യമാണ്. എന്ന് വെച്ചാൽ ചിലപ്പോൾ നമ്മൾ ഉപവസിക്കുമ്പോഴായിരിക്കും നമ്മൾക്ക് കൂടുതൽ ആഹാരം കഴിക്കണമെന്നൊരു ഒരു പ്രലോഭനം തോന്നുന്നത്. അപ്പം അങ്ങനെയുള്ളതിനൊക്കെ അതൊരു ഡിസിപ്ലിൻ വരുത്തുന്നതിനും ഈ ഉപവാസം നല്ലതാണല്ലോ. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ വെജിറ്റേറിയൻ അല്ലെങ്കിൽ വെജിറ്റബിൾ അടങ്ങിയത് മത്സ്യം, മാംസ ഭക്ഷണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ദിവസം നമ്മൾ വെജിറ്റേറിയൻ ആഹാരം കഴിക്കുന്നതും നമ്മുടെ ശരീരത്തിന് നല്ലതാണെന്ന് ഓർപ്പിച്ചുകൊള്ളട്ടെ. അടുത്തതായി വിശ്രമം നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. വിശ്രമം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമ്മുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുന്നു. അതുപോലെ തന്നെ നമുക്ക് ഏകാഗ്രത, ഓർമ്മശക്തി, നമ്മുടെ പ്രതിരോധ ശക്തി കൂടുന്നു. ഇതൊക്കെ നമുക്ക് വിശ്രമത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ നമ്മൾ വെറുതെ കുറച്ച് സമയം നമ്മൾ വെറുതെ ഇരിക്കണം. ഇന്ന് നമുക്കാർക്കും വിശ്രമിക്കാനും നേരമില്ലാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വല്ല പാട്ട് കേൾക്കുകയോ, ദീർഘശ്വാസം എടുക്കുകയോ, ചെടികളെയും പൂക്കളെയും ഒക്കെ ഒന്ന് കണ്ടു നടക്കുകയോ, നമ്മുടെ വളർത്തു മൃഗങ്ങളുടെ കൂടെ സ്വല്പം സമയം ചെലവഴിക്കുകയോ, ഇങ്ങനെയാണ് വിശ്രമം നമ്മൾ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് വിനോദം, അത് നമ്മൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്ത് അതിൽ നിന്ന് നമുക്ക് ആനന്ദം കണ്ടെത്തുകയും അതുപോലെ തന്നെ നമുക്ക് അതൊരു റിലാക്സേഷൻ ടെക്നിക്കായി തീരുകയും ചെയ്യും. അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ജീവിതശൈലി രോഗങ്ങളെ കുറിച്ചാണ്. ഒരു ചൊല്ലുണ്ട്, ഒരു സൗണ്ട് പോയി. ഒന്ന് അൺമ്യൂട്ട് ചെയ്യണേ ഡോക്ടറെ. ഓക്കെ. മ്യൂട്ടഡ്. തുറന്നോട്ടെ, പറഞ്ഞോട്ടെ. ഓക്കെ. അപ്പം ജീവിതശൈലി രോഗങ്ങള്, അപ്പം ഒരു ചൊല്ലുണ്ട്, ടു ഈറ്റ് ഈസ് എ നെസസിറ്റി ബട്ട് ടു ഈറ്റ് ഇന്റലിജന്റ്ലി ഈസ് ആൻ ആർട്ട്. നമ്മൾ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു ആവശ്യമാണ്. എന്നാൽ നമ്മൾക്ക് എന്താണ് യോജിച്ച ഭക്ഷണ പദാർത്ഥങ്ങളെ അതിനെ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിക്കാൻ അതിനൊരു പ്രത്യേക കഴിവുകയാണ്. അപ്പോൾ ഈ ജീവിതശൈലി രോഗങ്ങൾ എന്തുകൊണ്ടാണ് വരുന്നത്? നമ്മൾ അലക്ഷ്യമായിട്ട് ഭക്ഷണ പദാർത്ഥങ്ങളെ തിരഞ്ഞെടുത്ത് കഴിക്കുന്നതുകൊണ്ടാണ്. ചിലർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒത്തിരി കാർബോഹൈഡ്രേറ്റ് കഴിക്കും. അപ്പോൾ അവരിൽ എന്താണ് വരുന്നത്? പ്രമേഹം വരാം. ചിലർ ഒത്തിരി കൊഴുപ്പ് കഴിക്കുന്നു. അങ്ങനെയുള്ളവരിൽ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ മദ്യപാനം കഴിക്കുന്നവർക്ക് കരൾ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട്. നമ്മളതുപോലെ ഉറക്കമില്ലാതെയോ അല്ലെങ്കിൽ ശരിയായ പിന്നെ മറ്റു നമ്മുടെ ജീവിതശൈലികളിൽ സൂര്യപ്രകാശം ലഭിക്കാതിരിക്കുകയോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമുക്കതിപ്പോൾ വൈറ്റമിൻ ഡിയുടെ അഭാവത്തിൽ നമുക്ക് ക്ഷീണം ഉണ്ടാവാം. അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ശരിയായിട്ട് നമ്മുടെ ജീവിത ശൈലി നമ്മൾ ശരിയായ രീതിയിൽ കൊണ്ടുപോകാത്തതുകൊണ്ടാണ് പലപ്പോഴും ഇങ്ങനെയുള്ള രോഗങ്ങൾ നമ്മളെ പിടികൂടുന്നത്. അതുകൊണ്ട് എപ്പോഴും ശരിയായ വിധത്തിൽ ശരിയായ ആഹാര പദാർത്ഥങ്ങളെ ഭക്ഷിച്ച് ശരിയായ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾ ബാക്കി കാര്യങ്ങൾ വ്യായാമവും ഉറക്കവും എല്ലാം ശരിയായ വിധത്തിൽ കൊണ്ടുപോയാൽ നമുക്ക് ജീവിതശൈലി രോഗങ്ങളെ ഒരു പരിധിവരെ തടയാം. അതുപോലെ തന്നെ അങ്ങനെ രോഗങ്ങൾ വന്നാൽ ഒരു പരിധിവരെ അവയെ അങ്ങനെ ചികിത്സിച്ച് നമുക്ക് ഒരു പരിധിവരെ അത്രയും. പിന്നെ അടുത്തതായിട്ട് ശുചിത്വം. നമ്മൾ ഓർക്കണം, നമ്മൾ ദൈവത്തിൻ്റെ അത്ഭുത സൃഷ്ടിയാണ്. എത്ര സങ്കീർണമായ പ്രക്രിയകളാണ് നമ്മുടെ ശരീരത്തിൽ ദിവസവും നടക്കുന്നത്. അപ്പോൾ ഓർക്കണം, നമ്മുടെ ശരീരം നമ്മൾ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത് പോലെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമായുള്ള യാഗമായിട്ട് അർപ്പിക്കേണ്ടതാണ്. അതുകൊണ്ട് ശരീരത്തിൻ്റെ ശുദ്ധി വളരെ ആവശ്യമാണ്. മനസ്സിനും ശരീരത്തിനും ശുദ്ധിയുള്ളവരായി ജീവിക്കണം നമ്മളൊന്നാണ്. വ്യക്തിപരമായിട്ടുള്ള ശുചിത്വം വേണം. അത് നല്ല ഭക്ഷണം കഴിക്കുക, ദിവസം കുളിക്കുക, അങ്ങനെയുള്ളതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. അതുപോലെ തന്നെ നമ്മുടെ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ചില വീടുകളൊക്കെ നമ്മൾ കണ്ടാൽ എല്ലാ സാധനങ്ങളും വേണ്ടതും വേണ്ടാത്തതുമായിട്ടുള്ള സാധനങ്ങളെല്ലാം കൂടെ കുത്തി നിറച്ച് അലങ്കോലപ്പെട്ട് കിടക്കുന്നു. അങ്ങനെയുള്ള വീടുകളിൽ നെഗറ്റീവ് എനർജിയുണ്ട്. അത് ആ വീട്ടിൽ താമസിക്കുന്നവരെ അത് ബാധിക്കുന്നതാണ്. അവരിൽ അതിൻ്റെ പ്രക്രിയ
പ്രത്യാഘാതം ഉണ്ടാകുന്നതുമാണ്. അതുകൊണ്ട് നമ്മുടെ വീടും പരിസരം പ്രത്യേകിച്ചും മാലിന്യങ്ങൾ കൂമ്പാരമായി കിടക്കാതെ, പ്രത്യേകിച്ചും നമുക്ക് മഴക്കാലം എത്തുകയാണ്, വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പം ശുചിത്വവും നമുക്ക് നമ്മളെ ആരോഗ്യപരമായി മുന്നോട്ട് കൊണ്ടുപോകാനായി സഹായിക്കുന്ന ഒരു കാര്യമാണെന്ന് ഓർപ്പിച്ചുകൊള്ളട്ടെ. ഇനി അടുത്ത മാനസികാരോഗ്യമാണ്. ശരീരവും മനസ്സും പരസ്പരം പൂരകങ്ങളാണ്. ശാരീരിക പ്രശ്നം ചിലപ്പോൾ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്രയാസങ്ങൾ മാനസിക പ്രശ്നങ്ങളായി വരാം. മാനസിക പ്രശ്നങ്ങൾ ശരീരത്തിൽ ചിലപ്പോൾ അസ്വസ്ഥത ഉണ്ടാക്കാം. അപ്പോൾ ഇതിന് സൈക്കോസൊമാറ്റിക് ഇൽനെസ് എന്നാണ് പറയുന്നത്. സാധാരണ കാണുന്ന ലക്ഷണങ്ങൾ ഇങ്ങനെയുള്ളവരിൽ തലവേദന, നടുവേദന, വയറുവേദന. നമ്മൾ എത്ര ഇവരെ പരിശോധിച്ച് നോക്കിയാലും ഇതിൽ ഈ വേദനയ്ക്കൊരു കാരണമൊട്ട് കാണുകയുമില്ല. എന്നാൽ ഇവരുടെ വേദന എന്തൊക്കെ കൊടുത്താലും അതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിക്കോണം, ഇവർ ഏതോ ഒരു മാനസിക പ്രശ്നമാണ് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഇവരിൽ ഉണ്ടാക്കുന്നത്. വിഷാദം, ഉത്കണ്ഠ, മാനസിക പിരിമുറുക്കം, മാനസിക സമ്മർദ്ദം, പലവിധ മാനസിക രോഗങ്ങൾക്ക് കാരണമാകുന്നത് നമ്മൾ ഓർത്തു പോകരുത്. നമ്മുടെ ജോലി സ്ഥലങ്ങളിലോ ഇതിന്നിപ്പോൾ എല്ലാവർക്കും വളരെ മാനസിക പിരിമുറുക്കമുള്ള ഒരു കാലഘട്ടത്തിൽ കൊടുക്കുകയാണ് പോകുന്നത്. ഈ കുഞ്ഞുങ്ങൾ പോലും ഇപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൂടാണ് കടന്നു പോകുന്നത്. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ അധികം നമ്മുടെ പ്രശ്നങ്ങൾ വരാതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ അടുത്തത്, പല ദോഷവികാരങ്ങളും നമ്മൾ രോഗങ്ങളിലേക്ക് നയിക്കുന്നു. പക, കോപം, പിണക്കം, അമർഷം, ക്ഷമിക്കാനുള്ള പ്രയാസം. ഇത് അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, കോപിച്ചാൽ പാപം ചെയ്യാതിരിപ്പീൻ. സൂര്യൻ അസ്തമിക്കുവോളം കോപം വെക്കരുത്. എന്നുവെച്ചാൽ നമ്മുടെ മനസ്സിൽ കോപമുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള മറ്റ് വികാരങ്ങളുണ്ടെങ്കിൽ നമുക്ക് ശരിയായിട്ട് ഉറങ്ങാൻ പറ്റത്തില്ല. അത് നമ്മുടെ ശരീരത്തിൽ നമ്മൾ അറിയാതെ തന്നെ പല പ്രക്രിയകൾ നടത്തുന്നുണ്ട്. അതുപോലെയാണ് നമ്മൾ കോപിക്കുമ്പം അഡ്രിനലിൻ എന്നൊരു ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ നമ്മളറിയില്ല, നമ്മൾ ദേഷ്യപ്പെടുമ്പോൾ അത് ഉണ്ടാകുന്നുണ്ട്. അത് നമ്മുടെ രക്തധമനികൾക്കും ഹൃദയത്തിനുമൊക്കെ ഹാനികരമായൊരു വസ്തുവാണ്. അതുകൊണ്ടാണ് നമ്മുടെ വികാരങ്ങളെ നമ്മൾ നിയന്ത്രിക്കാനായിട്ട് അത് പൗലോസ് അപ്പോസ്തലനും അല്ലെങ്കിൽ നമുക്കത് ആവശ്യമാണെന്നുള്ളത് ഓർപ്പിക്കുന്നത്. അതുപോലെ തന്നെ അതുകൊണ്ടാണ് ക്രിസ്തുവും പറഞ്ഞത്, നീ വഴിപാട് കഴിക്കാൻ വരുമ്പോൾ നിന്റെ സഹോദരനോട് നിരന്നിട്ട് വരണം. എന്നിരുന്നാലേ നമ്മൾക്ക് നമ്മുടെ മനസ്സിന് സൗഖ്യമുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം നമ്മുടെ ശാരീരികവും നമ്മുടെ ദൈവവുമായിട്ടുള്ള ഒരു ബന്ധത്തിന് നമ്മളെ അതിനെ നിരപ്പിലാക്കത്തുള്ളൂ. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, കോപം കളഞ്ഞ് ക്രോധം ഉപേക്ഷിക്കുക, മുഷിഞ്ഞു പോകരുത്, അത് ദോഷത്തിന് ഹേതുവാകുകയുള്ളൂ. വീണ്ടും സങ്കീർത്തനക്കാരൻ പറയുന്നു, എൻ്റെ പാപം ഹേതുവായി എൻ്റെ അസ്ഥികളിൽ സ്വസ്ഥതയില്ല. അപ്പം ഇതൊക്കെ കാണിക്കുന്നത് നമ്മുടെ മാനസിക നിലവാരം നമ്മളെ ശാരീരിക ആരോഗ്യത്തിന് അതിൻ്റെ അതിലേക്ക് നയിക്കുക എന്നൊരു കാരണമായി തീരുന്നു എന്ന് ഓർപ്പിക്കുകയാണ്. നമുക്ക് മാനസിക ആരോഗ്യം നിലനിർത്താൻ എന്തൊക്കെ ചെയ്യാം? ഒന്നാമതായി ആഹാരം തന്നെയാണ്. ചില ആഹാരങ്ങളുടെ കുറവ്, വൈറ്റമിൻ B12 അതിൻ്റെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഡിമെൻഷ്യ, അതൊരു മറവി രോഗമാണ്. അതുകൊണ്ട് എല്ലാ ആഹാരങ്ങളും നമ്മൾ സമീകൃത ആഹാരം കഴിച്ചാൽ നമുക്ക് നല്ലതായിരിക്കും. അതുപോലെ വ്യായാമം, ഉറക്കം, മെഡിറ്റേഷൻ, യോഗ. പിന്നെ ഞാൻ 2 കാര്യങ്ങളോട് പറയാൻ മറന്നുപോയി. ഇന്നത്തെ ഈ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത്, ഒന്ന് ഏകാന്തത. നമ്മൾ ഇന്നത്തെ തലമുറ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നമാണ് ഏകാന്തത. ചിലപ്പോൾ അപ്പനും അമ്മയും മാത്രം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാൾ മാത്രമേ വീട്ടിൽ കാണുകയുള്ളൂ. അതല്ല, നമ്മളെല്ലാവരും ഉള്ളൊരു വീട്ടിലാണ് താമസിക്കുന്നെങ്കിലും ഇന്ന് പലരും ഏകാന്തത അനുഭവപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ ആ വീട്ടിലുള്ള മറ്റുള്ളവർക്ക് വേറെ കാര്യങ്ങളുണ്ട്. ഇപ്പം പഴയതുപോലെ ഉള്ള അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊക്കെ തീരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത്. പ്രത്യേകിച്ചും നമ്മുടെ ദേശത്തെ അത് ബാധിച്ചത് കോവിഡിൻ്റെ സമയത്താണ് ഏകാന്തത. ഇത് അവരെ മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിക്കാന്നാണ്. രണ്ടാമത് സംതൃപ്തിയില്ലാതെ, അതൃപ്തിയുള്ളൊരു ഇത് നമ്മുടെ മനസ്സിന് ഒരിക്കലും സന്തോഷം തരത്തില്ല. അതുകൊണ്ട് ഉള്ളതിൽ നമ്മൾ സംതൃപ്തി നേടി അല്ലെങ്കിൽ ആ സംതൃപ്തിയിൽ സന്തോഷിച്ച് ജീവിക്കുമ്പോൾ നമ്മൾക്ക് കുറേ മാനസിക പ്രശ്നങ്ങൾ കിട്ടും. നമ്മുടെ ശരീരത്തിൽ നമുക്ക് ചില ഹാപ്പി ഹോർമോൺസ്, നമ്മുടെ ചില പ്രക്രിയ കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ചില ചെയ്തികൾ കൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസ് എന്നെ അവരെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള 4 എണ്ണമുണ്ട്. അതൊന്നാണ് സിറോട്ടോണിൻ, അതിന്
മൂഡ് സ്റ്റെബിലൈസർ എന്ന് പറയുന്നു. ഇത് നമ്മൾ സാധാരണ മെഡിറ്റേഷനോ അല്ലെങ്കിൽ ഓടുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പിന്നെ സൂര്യപ്രകാശത്തിൽ നിൽക്കുമ്പോഴോ ഒക്കെ നമുക്കിത് കിട്ടും. നമ്മുടെ മൂഡിനെ ഒന്ന് എലിവേറ്റ് ചെയ്യുന്നതായിരിക്കും അത്. രണ്ടാമത്തേത് എൻഡോർഫിൻ. ഇത് പെയിൻ കില്ലറാണ്. ഇത് നമ്മൾ സാധാരണ നമ്മുടെ നടത്തം അല്ലെങ്കിൽ നടക്കാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ചിരിക്കുമ്പോഴോ ഇതൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഈ ഹോർമോൺ റിലീസ് ചെയ്ത് അതാണിത് പറയുന്നത്. മൂന്നാമത്തേത് ഡോപ്പമിൻ. അതാണ് റിവാർഡ് കെമിക്കൽ. എന്ന് വെച്ചാൽ നമ്മൾ ആരെങ്കിലും ഒന്ന് അഭിനന്ദിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ചെറിയ കാര്യങ്ങൾ നമ്മുടെ വിജയങ്ങൾ നമ്മൾ സന്തോഷം കണ്ടെത്തുകയോ ഒക്കെ ചെയ്യുമ്പോൾ ഈ ഹോർമോൺ നമ്മളറിയാതെ തന്നെയാണ് ഈ ഹോർമോണുകളെല്ലാം നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. എന്നിട്ട് നമ്മൾക്ക് അത് ഉണ്ടാകുന്നു. അടുത്തതാണ് ഓക്സിറ്റോസിൻ. ഇതിനെ ലവ് ഹോർമോൺ എന്നാണ് പറയുന്നത്. ഇത് നമ്മൾ ആരെങ്കിലും ആശ്ലേഷിക്കുകയോ അല്ലെങ്കിൽ അവരെ ഒന്ന് തടവുകയോ നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ ഒന്ന് ചേർത്ത് പിടിക്കുകയോ ഇതൊക്കെ ചെയ്യുമ്പോൾ ഈ ഹോർമോൺ നമ്മുടെ ശരീരത്തിലും ഉണ്ടാകും. അതുപോലെ ആരെയാണ് നമ്മുടെ സ്നേഹം കൊണ്ട് പൊതിയുന്നത് അവർക്കും ഈ ഹോർമോണിൻ്റെ ഉൽപ്പാദനം അവരുടെ ശരീരത്തിൽ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചോളൂ. ഇനി ആത്മീയ ആരോഗ്യം നമുക്കെങ്ങനെ ഉണ്ടാക്കാം? ശാരീരികവും മാനസികവും ആത്മീയവും ആരോഗ്യം നമ്മൾക്ക് നേടേണ്ടത് ആവശ്യമാണ്. നമുക്കെല്ലാം അറിയാവുന്നത് ദൈവവചനം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. ജീവനുള്ള വചനം നമ്മെ ഓരോ ദിവസത്തേക്കും ഒരുക്കും. യെരമ്യാ പ്രവാചകൻ പറയുന്നത് പോലെ, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും ഹൃദയത്തിനും ആനന്ദമായി. അപ്പോൾ നമ്മൾ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആദ്യത്തെ നമ്മുടെ ദിനചര്യയുടെ ആദ്യത്തെ കാര്യം നമ്മൾ ദൈവസന്നിധിയിൽ ചെന്ന് ദൈവവചനം വായിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ദിവസത്തേക്ക് നമ്മൾക്ക് വേണ്ട ഊർജവും നമുക്ക് വേണ്ടുന്ന ബലവും ശക്തിയും പ്രതികൂല പ്രതിബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ നേടാനുള്ള കരുത്തും എല്ലാം നമുക്ക് ലഭ്യമാകും. അതിനൊരു സംശയവുമില്ല. പിന്നെ ക്രിസ്തുവും പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും അവൻ ജീവിക്കുന്നു. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു തൻ്റെ ലേഖനത്തിൽ, നിങ്ങൾ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പീൻ. എബ്രായ ലേഖകർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ ശിശുക്കളെ പോലെ പാൽ മാത്രം കുടിക്കാതെ നമ്മൾ പ്രായം തികഞ്ഞവരായി കട്ടിയുള്ള ആഹാരം കഴിക്കാനായിട്ട് അതിനായിട്ട് നിങ്ങൾ ഒരുങ്ങി വരണം. ആത്മീക ആരോഗ്യം കൂട്ടുന്നതിനായിട്ട് നമുക്ക് ആരാധനകളിൽ പങ്കുകൊള്ളുക, അതുപോലെ ആത്മീയ കൂട്ടായ്മകളിൽ പങ്കുകൊള്ളുക. ഇതൊക്കെ ഈ കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ ആത്മീയ ആരോഗ്യം വർദ്ധിക്കുന്നതാണ്. ആത്മീയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരായി തീരണം. എന്തൊക്കെയാണ് ആത്മാവിൻ്റെ ഫലങ്ങൾ? സ്നേഹം, സന്തോഷം, സമാധാനം, സൗമ്യത, ദീർഘക്ഷമ, ദയ, പരോപകാരം, ഇന്ദ്രിയജയം, വിശ്വസ്തത. ഈ ഫലങ്ങളെ പുറപ്പെടുവിച്ച് നമ്മൾ ജീവിച്ചാൽ നമ്മൾ ആത്മീയമായി ആരോഗ്യമുള്ളവരായിരിക്കും. ഇന്നലെ കടന്നുപോയി, നാളെക്കുറിച്ച് നമുക്ക് നിശ്ചയമില്ല. നാം ഇന്ന് ദൈവത്തിൻ്റെ നന്മ അനുഭവിച്ച് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത് ജീവിക്കുന്നവരാണ്. നാളെക്കുറിച്ച് വിചാരപ്പെടരുത്. അന്നന്നത്തേക്കുള്ള ആഹാരവും ആവശ്യവും നൽകി നമ്മെ കരുതുന്ന പിതാവ് ഉണ്ടെന്നുള്ള വിശ്വാസത്താൽ നമുക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകും. വിശപ്പകറ്റാൻ ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ചയാളിനെ ക്രൂരമായി കൊല ചെയ്ത നാട്ടിലാണ് നാം ജീവിക്കുന്നത്. നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് ക്രിസ്തു നമ്മോട് പറയുന്നു. അന്ത്യനാളിൽ ന്യായവിധിക്കായി തേജസ്സോടെ വരുന്ന ക്രിസ്തു നമ്മളോട് ചോദിക്കുന്നു, ഈ ചെറിയവനിൽ നീ എന്ത് ചെയ്തു? നമ്മൾ ഏത് പക്ഷത്താണ്? ചെമ്മരിയാടിൻ്റെ ആണോ കോലാട്ടിൻ്റെ ആണോ? നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? നിത്യജീവനിലേക്കാണോ ദണ്ഡനത്തിലേക്കാണോ? നമ്മൾ ഇപ്പോഴേ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതാണ്. ഇന്ന് സഭയായിട്ടല്ല, ഞാൻ ഇന്നെന്ത് ചെയ്തു? നമ്മളെ പഠിപ്പിച്ച് നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് ക്രിസ്തുവിൻ്റെ വാക്ക്. എന്നാൽ ഞാൻ ഇന്നെന്ത് ചെയ്തു? എത്ര പേർക്ക് ഞാൻ ഭക്ഷണം നൽകി? നമ്മൾ എന്ത് ചെയ്തു? സഭയായി, സംഘടനയായി എന്ത് ചെയ്തു? ഞാൻ എങ്ങോ വായിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്,
ഒരു സ്ഥലത്ത് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അവിടെ ചെന്ന് നമ്മൾ ആഹാരം കഴിക്കുകയാണെങ്കിൽ നമ്മൾ 250 രൂപയുടെ ആഹാരം കഴിച്ചാൽ നമ്മൾ 500 രൂപ കൊടുക്കണം. ആ ബാക്കി വരുന്ന 250 രൂപ കൊണ്ട് ആഹാരം കഴിക്കാൻ അല്ലെങ്കിൽ പട്ടിണിയിലായിരിക്കുന്ന ഒരാൾക്ക് ആ ഹോട്ടൽ ഉടമ ആ ആഹാരം തന്നെ സൗജന്യമായി നൽകും. അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ ഇവിടെ ഒരു റോഡരികിൽ ഒരു ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ അമിതമായിട്ട് വരുന്ന അല്ലെങ്കിൽ മീതി വരുന്ന ഭക്ഷണങ്ങൾ അതിനകത്ത് കൊണ്ട് സൂക്ഷിച്ചു വെച്ചാൽ ആവശ്യമുള്ളവർക്ക് അത് ഒന്ന് തുറന്നെടുത്തുകൊണ്ട് പോകാം. സുജീവനം നമ്മൾക്ക് മാത്രം വേണ്ടിയുള്ളതല്ല, നമ്മുടെ ചുറ്റുപാടുള്ളവർക്കും അതിന് അവകാശമുണ്ട്. നമ്മൾ എന്താണ് അതിന് ചെയ്യുന്നത്? നമ്മൾ അതിനു വേണ്ടി എപ്പോഴും ഓർക്കണം, നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കുള്ള വിഷയം ആരോഗ്യകരമായ ജീവിതമെന്നല്ല, ആരോഗ്യകരമായ ക്രിസ്തീയ ജീവിതമാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ വർത്തിക്കണം. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ കാര്യത്തിൽ കൂടുതൽ ഗൗരവമായിട്ടെടുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഉറക്കെ ആലോചിക്കണം, ഉണർന്ന് പ്രവർത്തിക്കണം. എന്നെങ്കിലേ നമുക്ക് എന്തെങ്കിലും ഇതുപോലെ ആഹാരത്തിന് വകയില്ലാതെ അനേകരുള്ള അവർക്ക് വേണ്ടി നമ്മൾക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ എന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ. സ്വർഗസ്ഥനായ ദൈവം നമ്മെ ഏവരെയും ആരോഗ്യത്തോടെ നിർത്തട്ടെ. അതോടൊപ്പം ആവശ്യക്കാർക്ക് സുജീവനത്തിന് വഴിയൊരുക്കുവാനായി തീർക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.